because you say I am rich. വെളിപാട് 3:17. Because you say I am rich, have become wealthy and need nothing, and do not know that you are wretched, you are miserable, you are poor, you are blind, you are naked എന്നാണ് ദൈവം പറയുന്നത്. അപ്പം മനുഷ്യൻ വിചാരിക്കും ഇവൻ നല്ലവനാണ്, ഇവൻ ഒരു കുറവുമില്ല, ഇവൻ ഏറ്റവും നല്ല വ്യക്തിയാണ്, എന്തുമാത്രം നല്ല പ്രവൃത്തികൾ ചെയ്തവനാണ്, എന്തുമാത്രം ഒരു പുണ്യാളനായിട്ടുള്ള ഒരു ജീവിതമാണ് നയിച്ചത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ യേശുവിൻ്റെ മഹത്വത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ യേശുവുമായിട്ട് വ്യക്തിപരമായ ഒരു സ്നേഹബന്ധമുണ്ടോ? ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ ആരാണെന്ന് വചനം പറയുന്നു. ഒന്ന് വായിച്ചേ. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കുകയാൽ നീ സമ്പന്നൻ ആകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകത്തക്ക വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വായ്പ വാങ്ങുവാൻ ഞാൻ നിന്നോട്. ആരോട്? എന്നോട്. അതിന്റെ ഉറവിടം മുഴുവൻ യേശു ക്രിസ്തു മാത്രമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ഈ ഞാൻ ധനികനാണ്, എനിക്കൊരു കുറവുമില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? ഞാൻ തീരുമാനിച്ച ചില കാര്യങ്ങൾ ഞാൻ ചെയ്യുകയാണ്. യേശുവുമായി അല്ല, ഒരു നല്ല ജീവിതം നയിച്ചാൽ മതി, നല്ല പ്രവൃത്തികൾ ചെയ്താൽ മതി എന്നുള്ള ഞാനൊരു തീരുമാനമെടുത്തിട്ട് അതിലൂടെ ഞാൻ രക്ഷ പ്രാപിക്കുവാൻ നോക്കുകയാണ്. പക്ഷേ രക്ഷകരായ യേശു ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ യേശുവുമായിട്ട് വ്യക്തിപരമായ ഒരു സ്നേഹബന്ധം ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തെ സംബന്ധിച്ച് നിങ്ങൾ നഗ്നനാണ്, നിങ്ങൾ അന്ധനാണ്, യു ആർ റെച്ചഡ്. ഒരിക്കലും ആ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ ദൈവത്തിൻ്റെ മക്കൾക്കാണ് ദൈവം ആ നഷ്ടപ്പെട്ടു പോയ, പാപമൂലം നഷ്ടപ്പെട്ടു പോയ മഹത്വം ദൈവം മക്കൾക്ക് തിരികെ കൊടുക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് തീർച്ചയായിട്ടും നമുക്കറിയാം, അത് സഹനത്തിലൂടെ മാത്രമേ നമ്മൾക്ക് കിട്ടുകയുള്ളൂ. ദൈവത്തിൻ്റെ മഹത്വം പ്രിയപ്പെട്ടവരെ, ആ നഷ്ടപ്പെട്ട ആ മഹത്വം വീണ്ടെടുത്ത് നമ്മൾക്ക് കിട്ടുന്നത് സഹനത്തിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. അതാണ് റോമർക്കുള്ള 8-ാമത്തെ അധ്യായം 16, 17, 18 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ആ മഹത്വം സഹനം വഴി മാത്രമേ കിട്ടുകയുള്ളൂ. ബ്രദർ, ഒന്ന് വായിക്കാമോ? നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. ആരൊക്കെ ഇവിടെ ഇരിക്കുന്നവർ വിശ്വസിക്കുന്നത് നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെന്ന്? ഒന്ന് കൈകൾ ഉയർത്തി ആ സാത്താനൊന്ന് കാണട്ടെ. നിങ്ങൾ ഹല്ലേലൂയ, അവന്റേതല്ല യേശുവിൻ്റെതാണെന്നുള്ളത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നാം മക്കളാണെങ്കിൽ അവകാശികളാകുന്നു. അവകാശികൾ. എന്തിനുള്ള അവകാശിയാ? നമ്മൾ ഇവിടെ ഈ ലോകത്തിലുള്ള ഒരു വീടോ അല്ലെങ്കിൽ ഒരു എസ്റ്റേറ്റോ ഒരു ബിസിനസിന്റെ അവകാശികളല്ല. അതിനുപരി അതിനേക്കാൾ ശ്രേഷ്ഠമായും ശാശ്വതമായ ഒന്നിന്റെ അവകാശിയാണ്. ഒന്ന് വായിച്ചേ. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശി. കാരണം എന്താണ്? ഞാൻ യേശു ക്രിസ്തുവിന്റെ സഹോദരനാണ്. ഒന്ന് പറഞ്ഞേ, യേശു ക്രിസ്തു എന്റെ സഹോദരനാണ്. ഒന്ന് പറ, ഒന്ന് വായുകൾ ഒന്ന് സ്വരത്തിൽ പറ, യേശു ക്രിസ്തു എന്റെ സഹോദരനാണെന്ന്. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടുന്നതിന് അവനോടുകൂടെ കഷ്ടത അനുഭവിക്കേണ്ടതാകുന്നു. ഒന്നുകൂടെ വായിച്ചേ ബ്രദർ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ glorified with him, അവനോടുകൂടെ കഷ്ടത അനുഭവിക്കേണ്ടതാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങൾ മനസ്സിലാക്കണം, കഷ്ടതയിലൂടെ അല്ലാതെ, കഷ്ടതയാകുന്ന വഴിയിലൂടെ അല്ലാതെ നമ്മൾക്ക് അവനോടുകൂടി ആ മഹത്വം പങ്കുവയ്ക്കുവാൻ പറ്റുകയില്ല. വേറെ ഒരു വഴിയുമില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് സ്വബോധമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ മെച്യൂരിറ്റി, ആ പക്വതയുണ്ടെങ്കിൽ, ഈ 18-ാമത്തെ വചനം പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എടുക്കും. അതെന്താ പറയുന്നത്? നമ്മിൽ വെളിപ്പെട്ടിരിക്കുന്ന തേജസ്സിനോട് തുലനം ചെയ്യുമ്പോൾ, നമ്മൾക്ക് വെളിപ്പെട്ടിരിക്കുന്ന തേജസ്സോട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കാലത്തിലെ കഷ്ടതകൾ സാരമില്ല, ഈ കാലത്തെ കഷ്ടതകൾ സാരമില്ല എന്ന് ഞാൻ കണക്കാക്കുന്നു. ഇംഗ്ലീഷിൽ നിന്ന് വായിക്കുകയാണെങ്കിൽ, for I consider that the sufferings of this present time are not worthy to be compared with the glory that shall be revealed in us. ആംപ്ലിഫൈഡ് വേർഷനിലോട്ട് നോക്കുകയാണെങ്കിൽ അതിൽ കുറച്ചും കൂടെ ഒരു ഡയമെൻഷൻ കൊടുക്കുകയാണ്. ആ in us എന്ന് പറയുന്നത് അത് മാത്രമല്ല, it says to us, in us, for us, conferred on us. ഹല്ലേലൂയ. ഒരു പറയുകയാണെങ്കിൽ നമുക്ക് വേണ്ടി നമ്മളിലൂടെ
നമ്മൾക്ക് വേണ്ടി ഇറ്റ് ഹാസ് ബീൻ ഗിവൺ കൺഫേർഡ് ഓൺ അസ്. നമ്മളുടെ ഒരു മാറ്റത്തോക്കാണ് നമ്മുടെ തലയിലേക്ക് അത് ഇട്ടു തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ ദൈവത്തിൻ്റെ മഹത്വം നമ്മളുടെ ജീവിതത്തിൽ ദർ ഇസ് എ ഫുൾനെസ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ് ഇൻ ആർ ലൈഫ്സ്. ദൈവത്തിൻ്റെ മഹത്വത്തിൽ നമ്മൾ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന വ്യക്തികളായിരിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നേരത്തെ കേട്ടല്ലോ, ഈ ലോകത്തിൽ ആ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മൾ സഹിക്കേണ്ട കാര്യങ്ങൾ അത് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അത് നിസ്സാരമാണെന്ന് പറയുന്നു. അതിൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യമെങ്കിലും, ഒരിക്കൽ കൂടെ പറയുകയാണ്. 1 കൊരിന്ത്യർ 2-ാമത്തെ അധ്യായം 9-ാമത്തെ വചനത്തിൽ പറയുന്നത്, കണ്ണുകൾ കണ്ടിട്ടില്ല, കാതുകൾ കേട്ടിട്ടില്ല, ഹൃദയ മനസ്സ് ഗ്രഹിച്ചിട്ടുമില്ല, എന്താണ് ദൈവം അവനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഹല്ലേലൂയ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴാണ് ആ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ നമുക്കറിയാം, യേശു ക്രിസ്തു വന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാപമൂലം നമുക്ക് നഷ്ടപ്പെട്ട ആ മഹത്വം നമ്മൾക്ക് തിരികെ തരുവാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് റോമാർക്ക് ലേഖനം 8-ാമത്തെ അധ്യായം 29-ാമത്തെ വചനം അവിടെ പറയുന്നത്, ഫ്രോം ഹൂം ഹി ഫോർന്യൂ ഹി ഓൾസോ പ്രീഡെസ്റ്റിൻഡ് ടു ബി കൺഫോംഡ് ടു ദി ഇമേജ് ഓഫ് ഹിസ് സൺ. നമുക്കറിയാം, ദൈവത്തിൻ്റെ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച വ്യക്തി പിന്നെ ആരുടെ ഛായയിലും സാദൃശ്യത്തിലാണ് ജനിച്ചത്? ആദാമിൻ്റെ, പാപിയുടെ ഛായയിലും സാദൃശ്യത്തിൽ. വളരെ വ്യക്തമായിട്ട് ഉൽപ്പത്തി പുസ്തകം പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ വായിച്ചു കേട്ടു, 1-ാമത്തെ അധ്യായത്തിൽ 26-27 വചനത്തിൽ ദൈവം മനുഷ്യനെ അവൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. പിന്നെ നിങ്ങൾ വായിച്ചു പോവുകയാണെങ്കിൽ, പിന്നെ ആദാമിന് ഒരു മകനുണ്ടായി. ആ മകൻ്റെ പേരെന്തായിരുന്നു? കെയിൻ. അവിടെ പറയുന്നുണ്ട്, കെയിൻ വാസ് ബോൺ ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ആഡം. പാപിയായ ദൈവത്തോട് ശത്രുതയായ ആ ആദാമിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് കെയിൻ ജനിച്ചത്. അതുപോലെ തന്നെ ആദാമിൽ നിന്ന് വന്ന ബാക്കി സന്തതികളെല്ലാം ജനിക്കുമ്പോൾ ആദാമിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ജനിക്കുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം, യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 3-5 വചനങ്ങൾ പറയുന്നത്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യം കാണുകയില്ല. കാരണം നിങ്ങൾ ആദാമിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും അവിടെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയില്ല. അവിടെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്വർഗരാജ്യത്തിലെ പിതാവിൻ്റെ, പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആ കുടുംബത്തിലെ അംഗങ്ങളാകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ വ്യക്തികളുടെ ഛായയും സാദൃശ്യത്തിലുമായിരിക്കണം. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ് ടു ബി ബോൺ അഗൈൻ. വീണ്ടും ജനനം അത്ര പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയപ്പെട്ടവരെ. ആ ആദാമിൻ്റെ ഛായ കളഞ്ഞ്, ആദാമിൻ്റെ ഛായയും അവൻ്റെ പ്രവൃത്തിയും എല്ലാം നമ്മുടെ ജീവിതത്തിൽ മരിച്ച്, നമ്മൾ ആ മാമോദീസ വഴി, ആ സ്നാനം വഴി നമ്മൾ ഹല്ലേലൂയ ഒരു വീണ്ടും ജനനം വഴി നമ്മൾ ഒരു പുതിയ സൃഷ്ടിയാകും. ആ പുതിയ സൃഷ്ടിയാകുമ്പോൾ ആരുടെ ഛായയിലും സാദൃശ്യത്തിലുമായിരിക്കും? നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമായിരിക്കും. അങ്ങനെ മാത്രമേ നമുക്ക് ദൈവഭവനത്തിലെ അംഗങ്ങളാകുവാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ മാത്രമേ ആ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് ഉണ്ടാകുകയുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒന്ന് വായിക്കുക ബ്രദറെ, റോമൻസ് 8:29. അവൻ മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ മുൻകൂട്ടി നിയമിച്ചിരിക്കുന്നു. അവന്റെ, ഞാൻ ഇംഗ്ലീഷ് നോക്കിയാൽ, for whom he foreknew he also predestined to be conformed to the image of his son. To be conformed. അപ്പം ആ മകൻ്റെ അതേ രൂപത്തിലാകുവാൻ വേണ്ടി, that he might be the first born, that is യേശു ക്രിസ്തു മൂത്ത ചേട്ടൻ എന്ന് പറയാം, ഫസ്റ്റ് ബോൺ ഓഫ് മെനി ബ്രദറിൻ. പഴയ കുടുംബങ്ങളിൽ പണ്ടൊക്കെ ഒരു കുടുംബത്തിൽ 10, 15 അല്ലെ 10, 12 അംഗങ്ങളുണ്ടാവും അല്ലേ? എനിക്കറിയാം, ഒരു കുടുംബം 22 പേരുണ്ടായിരുന്നു. ഹല്ലേലൂയ, 22 പേരുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ആ കുടുംബമായിട്ട് ഞങ്ങൾക്കും ബന്ധമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 22 പേര്. അപ്പോഴവിടെയൊക്കെ പറയും, ചേട്ടന് ചിലപ്പോൾ അപ്പനാകാൻ, പ്രായം വഴി അപ്പനാകാൻ യോഗ്യതയുള്ളവരായിരിക്കും. അപ്പോഴവിടെയുണ്ട്, ഹീസ് എ ഫസ്റ്റ് എമംഗ് മെനി ബ്രദറിൻ. യേശു ക്രിസ്തു നമ്മളുടെ കുടുംബത്തിലെ ഏറ്റവും മൂത്ത ചേട്ടനാണ്. ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾ
നമ്മളെല്ലാവരും ആ കുടുംബത്തിലെ തന്നെ മക്കളാണ്. ഹല്ലേലൂയ. അനിയന്മാരും അനിയത്തിമാരുമാണ് എന്ന് പറഞ്ഞ് ഞാൻ യേശുവിൻ്റെ അനിയനാണ്, ഞാൻ യേശുവിൻ്റെ അനിയത്തിയാണെന്ന് പറ. ഹല്ലേലൂയ. ഇത് പിശാച് കേൾക്കണം പ്രിയപ്പെട്ടവരെ. കാരണം you must confess with your lips. You must confess with your lips. ഹല്ലേലൂയ. അപ്പൊ രാജാതി രാജന്റെ അനിയനുമായിട്ട് പിശാച് വന്ന് കളിക്കുകയില്ല. ഹലോ, പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? രാജാതിരാജന്റെ അനിയനും അനിയത്തിയുമായിട്ട് പിശാച് വന്ന് കളിക്കുകയില്ല. ഹല്ലേലൂയ. അതുപോലെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയണം, I am the son of the living God. Oh, my brother's name is Jesus. Hallelujah. My helper is the Holy Spirit. Hallelujah. Hallelujah. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ആ യേശു ക്രിസ്തുവിൻ്റെ ആ രൂപത്തിലാകുകയാണെങ്കിൽ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ കുടുംബത്തിലാകുകയാണ്. കുടുംബത്തിലുള്ളത് തമ്മിൽ എന്താണ്? ഒരു ബന്ധമുണ്ടല്ലേ. കുടുംബത്തിലെ അംഗമാകുന്നതിൻ്റെ കാരണം എന്താ? ഒരു ബന്ധമുണ്ട്. പറയാൻ മനസ്സിലാവുന്നുണ്ടോ? കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ എന്താ ഉള്ളത്? ബന്ധമുണ്ട്. അപ്പനും മക്കളുമായിട്ട് എന്താ ഉള്ളത്? അപ്പനും മക്കളുമായിട്ട് ബന്ധമുണ്ട്. അപ്പനും മക്കളുമായിട്ട് ബന്ധമുണ്ട്. അമ്മയും മക്കളുമായിട്ട് ബന്ധമുണ്ട്. സഹോദരൻ സഹോദരിമാരുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഒരു കുടുംബത്തിലെ വിശേഷം എന്താണ്? ബന്ധം. അപ്പോൾ യേശു ക്രിസ്തു വന്നത് എന്തിനാണ്? ബന്ധം സ്ഥാപിക്കാനാണ്. അല്ലാതെ യേശു ക്രിസ്തു വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല. കുടുംബത്തിൽ മതമാണോ? ഹലോ, എൻ്റെ അപ്പനും ഞാനുമായിട്ടുള്ള ബന്ധം മതമാണോ? ഹലോ, ഞാനും എൻ്റെ അപ്പനുമായിട്ടുള്ള ബന്ധം നിയമമാണോ? ഹലോ, ഞാനും എൻ്റെ അപ്പനുമായിട്ടുള്ള ബന്ധം സ്നേഹമാണ്. ഹലോ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ യേശു ക്രിസ്തു വന്നത് എന്നെ ദൈവത്തിൻ്റെ ഭവനത്തിലെ ഒരു അംഗമാക്കുവാൻ വേണ്ടിയാണ്. ആ അംഗമാക്കുന്നത് ഒരു ബന്ധം സ്ഥാപിച്ചിട്ടാണ് ഞാനൊരു അംഗമാകുന്നത്. അല്ലാതെ എനിക്കൊരു നിയമം തന്നിട്ടല്ല, എനിക്കൊരു മതം തന്നിട്ടല്ല എന്നെ ദൈവത്തിൻ്റെ ഭവനത്തിലെ അംഗമാക്കുന്നത്. ഓ ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കോ? ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഹല്ലേലൂയ. 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 നമ്മളൊക്കെ എന്ത് ഭാഗ്യവാന്മാരാണെന്നറിയോ? എന്ത് ഭാഗ്യവാന്മാരാണ് നമ്മൾ ആ ദൈവത്തെ അറിയുകയും ആ ദൈവമായിട്ടൊരു ബന്ധമുണ്ടാകുക. ദാറ്റ് ഈസ് വർത്ത് മച്ച് മോർ ദാൻ ദിസ് വേൾഡ്. കേട്ടോ, ഈ ലോകത്തിൽ നമ്മൾ എന്ത് കിട്ടിയാലും അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായതാണ് ആ യേശുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം. നമുക്ക് ഇരുന്നിട്ട് യേശുവേ എന്ന് നമ്മൾക്ക് എന്നാ പറയുന്നത്, ഒരു സഹോദരനോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ആ ഒരു കഴിവ്. അതുപോലെ തന്നെ പിതാവിനോട്, ഒരു അപ്പനോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു കഴിവ്. ദാറ്റ് ഈസ് എ ഫ്രീഡം. അതുകൊണ്ടാണ് കൊരിന്ത്യസ് ലേഖനത്തിൽ പറഞ്ഞ ഇൻ ക്രൈസ്റ്റ് ദർ ഇസ് ലിബർട്ടി, ദർ ഇസ് ഫ്രീഡം. അവിടെ സ്വാതന്ത്ര്യമുണ്ട്. അല്ലാതെ നിയമം പറയുന്നത് എന്താണ്? വളരെ ബഹുമാനത്തോടുകൂടി ഞാൻ എൻ്റെ അപ്പൻ്റെ ബഹുമാനത്തോടുകൂടി ഞാൻ എൻ്റെ അപ്പൻ്റെ കൂടെ കിടക്കുമായിരുന്നു. ഇന്ന് എൻ്റെ മകൻ ഇടയ്ക്ക് അവൻ വേറെ മുറിയിലാണ് കിടക്കുന്നത്, പക്ഷെ രാത്രിയാകുമ്പോൾ അവൻ ഓടി വരും എന്നോട് കിടക്കാനായിട്ട്. അങ്ങനെ സ്നേഹബന്ധമുണ്ട്. അവനറിയാം ആ സ്നേഹം ഒട്ടിപ്പിടിച്ച് കിടക്കും. അത് നിങ്ങളൊക്കെ പിന്നെ നിങ്ങളുടെ മാതാപിതാക്കന്മാരോട് ഒട്ടിപ്പിടിച്ച് കിടന്നിട്ടില്ലേ? ഹലോ, പക്ഷെ മതം പറയും നോ, അങ്ങനെ പാടില്ല. മതം പറയും ബന്ധം പാടില്ല, മതം നിയമം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവം വന്നത് നമ്മളെ ആ ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അതെങ്ങനെയാണ് ദൈവം ചെയ്യുന്നത്? റോമാലേഖനം 8-ാം അധ്യായം 30-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബൈ എ സ്റ്റെപ്പ്, വൺ സ്റ്റെപ്പ് ആഫ്റ്റർ ദി അതർ. മനസ്സിലാക്കണോ? ആ ദൈവം ആ ബന്ധം സ്ഥാപിച്ചത് പടിയായിട്ടാണ്. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവൻ മുൻ നിയമിച്ചവരെ വിളിക്കുകയും. ആരാണ്? നമുക്ക് പയ്യെ പോകാം. ആരാണ് മുൻ നിയമിച്ചവര്? ആരാണ്? നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വ്യക്തിപരമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ എപ്പോഴാണ് തുടങ്ങിയത്? നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഉലവായപ്പോഴാണോ? ഹലോ, ആണോ? എന്ന് പറയുന്നത് എത്ര പേരുണ്ട്? കൈ പോകാമോ? ദൈവത്തിൻ്റെ പ്ലാൻ, നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്ലാൻ തുടങ്ങിയത് നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഉലവായപ്പോഴാണോ? അല്ല, ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പ്ലാനും പദ്ധതിയും ദൈവത്തിനുണ്ടായിരുന്നു. അതാണ് എഫിഷ്യൻസ് 1-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം പറയുന്നത്. ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. ഒന്ന് വായിക്കോ ബ്രദറെ? നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും കുറ്റരഹിതരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. അവനിൽ എപ്പോഴാണ്? ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ. അപ്പോൾ ഇങ്ങനത്തെ പ്ലാൻ എങ്ങനെയാ? നല്ല പ്ലാനാണോ? ഹലോ, ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള നല്ല പ്ലാനാണോ? അതെ, ജെറമ്യാ പ്രവാചന പുസ്തകം 29-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് 11-ാമത്തെ വചനം പറയുന്നുണ്ട്, അവൻ്റെ പ്ലാൻ നല്ല പ്ലാനാണ്. അവന് ചീത്ത പ്ലാൻ അറിഞ്ഞുകൂടെ പ്രിയപ്പെട്ടവരെ? കാരണം അവൻ എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഒന്ന് വായിച്ചേ, ജെറമ്യാ 29:11. ഒന്ന് വായിച്ചേ. ഇവിടേക്കാണ് നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കേണ്ടത്. ദ ഗ്ലോറി ഓഫ് ഗോഡ്. എന്തുമാത്രം അവൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. നിങ്ങൾ പ്രത്യാശിക്കുന്ന സമസ്ത നിങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം
ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന പദ്ധതികൾ എന്തെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല, നന്മയ്ക്കുള്ള പദ്ധതികൾ എത്രേ. നന്മയ്ക്കുള്ള പദ്ധതികൾ എത്രേ. നിനക്കൊരു പ്രത്യാശ തരുവാൻ, ടു ഗിവ് യു ഹോപ്പ് ആൻഡ് എ ഫ്യൂച്ചർ. നിനക്കൊരു ഭാവിയും ഒരു പ്രത്യാശയും തരുവാൻ വേണ്ടി ഉള്ള പ്ലാനാണ് ദൈവത്തിനുള്ളത്. അങ്ങനെ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരെ അവൻ എന്ത് ചെയ്തു? വിളിച്ചു. അവൻ വിളിച്ചു. അത് അടുത്ത സ്റ്റെപ്പ്, വിളിച്ചു. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് യേശു വരാൻ സമയമായെന്ന് വിചാരിക്കുന്നവർ, അല്ലെങ്കിൽ തീർച്ചയുള്ളവർ എത്ര പേരുണ്ടെന്ന് കൈകൾ നോക്കാമോ? യേശു വരാൻ സമയമായി. എല്ലാ അടയാളങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരടയാളം എന്താണ്? ഈ സുവിശേഷം ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടും. ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടുന്നത് എന്താണ്? നമുക്കറിയാം, ദൈവം വിളിക്കുകയാണ്, മക്കളെ വിളിക്കുകയാണ്, ഭവനത്തിലേക്ക് വിളിക്കുകയാണ്. സന്ധ്യയാവുമ്പോൾ അല്ലേ, കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൂട്ടിനകത്തോട്ട് വരും, ആടും മാടും ഒക്കെ കൂട്ടിനകത്തോട്ട് വരും. അതുപോലെ ദൈവത്തിൻ്റെ മക്കളെ അന്ധകാരത്തിൽ നിന്ന് അവിടെ നശിക്കാതെ പിശാച് വന്ന് കൊണ്ടുപോകാതിരിക്കാൻ ദൈവം അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് വിളിക്കുകയാണ്. പക്ഷേ എന്താണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്? ആ വിളി എല്ലാവരും കേൾക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം ഒന്ന് വായിച്ചു കേൾക്കാം. വിളിക്കപ്പെട്ടവർ അനേകരാകുന്നു, വിളിക്കപ്പെട്ടവർ അനേകരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കമത്രേ. തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് അവര് they did not come. കാരണം ദൈവത്തിന് അവർ വരാതെ, അവരാ വിളി കേൾക്കാതെ ദൈവത്തിന് അവരെ തിരഞ്ഞെടുക്കുവാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അങ്ങനെയുള്ള വ്യക്തികൾ, അവരുടെ ഒരു വിശേഷമുണ്ട്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവർ, വെളിപാട് പുസ്തകം 17-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം പറയുന്നുണ്ട്, അവർക്ക് ചില വിശേഷങ്ങളുണ്ട്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട വിളി കേട്ട വ്യക്തികൾ, വിളിയിൽ നിലനിൽക്കുന്ന വ്യക്തികൾ, അവർ കുഞ്ഞാടിനോട് പോരാടും. താൻ കർത്താവും രാജാവും ആകുന്നത് കൊണ്ട് കുഞ്ഞാട് തന്നോടുകൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. അപ്പോൾ വിശ്വസ്തത. അപ്പോൾ ആ തിരഞ്ഞെടുക്കപ്പെട്ട വിളി കേട്ടവര് വിശ്വസ്തതയിൽ നിലനിൽക്കണം. നമ്മൾക്കറിയാം മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ അവിടെ ദൈവം പറയുകയാണ്, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്ലേ, ഫെയ്ത്ത്ഫുൾനെസ്. ഒരു ഭൃത്യനിൽ നിന്ന് യജമാനൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഫെയ്ത്ത്ഫുൾനെസ്. അപ്പോൾ നമ്മുടെ വിളി കേട്ടിട്ട് നമ്മൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം, വിശ്വസ്തനായിരിക്കണം. അങ്ങനെ വിശ്വസ്തതയിൽ നിലനിൽക്കുമ്പോൾ നമ്മൾക്ക് എന്ത് സംഭവിക്കും? നമുക്കറിയാം, റോമർക്ക് ലേഖനം 5-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ വിശ്വസ്തതയിൽ നിലനിൽക്കുമ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. ദൈവത്തോട് സമാധാനമുണ്ട്. എങ്ങനെ? ദൈവത്തിൻ്റെ വിശ്വസ്തയോടെ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അങ്ങനെ ദൈവത്തിൻ്റെ സമാധാനമുണ്ട്. അങ്ങനെ വി ആർ ജസ്റ്റിഫൈഡ്. ഒന്നുകൂടെ വായിക്കാവോ ബ്രദറെ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. എങ്ങനെയാണ്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് സമാധാനമുണ്ട്. അവിടെ ദൈവത്തോട് സമാധാനം, ഷാലോം എന്ന് പറയുന്നത് ഫുൾനെസ്. ദൈവത്തിൽ ഒരു ഫുൾനെസ് ഉണ്ട്. അതല്ലേ യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ തരുവാനും അത് സമൃദ്ധമായി തരുവാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ സമാധാനം മീൻസ് ഫുൾനെസ്, പൂർണ്ണത, നിറവ് ആണ്. അത് നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റും. എപ്പോഴാണ്? ആ നീതി. എങ്ങനത്തെ നീതി? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് വരുന്ന ഒരു നീതി. മനുഷ്യൻ്റെതായ നീതിയുണ്ടോ? ഉണ്ട്. മനുഷ്യൻ്റെതായ നീതി എന്തിലാണ് ബേസ് ചെയ്തിരിക്കുന്നത്? നിയമത്തിൽ നിന്ന് വരുന്ന ഒരു നീതി. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിയമത്തിൽ നിന്ന് വരുന്ന ഒരു നീതിയുണ്ട്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് വരുന്ന ഒരു നീതിയുണ്ട്. മനുഷ്യൻ നല്ല പ്രവൃത്തികൾ ചെയ്യുകയും നിയമങ്ങൾ അനുസരിക്കുകയും ചെയ്യുമ്പോൾ അവൻ നീതീകരിക്കപ്പെടുന്നുണ്ടോ ദൈവത്തിൻ്റെ മുമ്പിൽ? ഉണ്ടോ എന്ന് പറയുന്നവരും കൈ പൊക്കാമോ? ഇല്ല. കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ നിയമം, ദ ജസ്റ്റ് റിക്വയർമെൻറ്റ്സ് ഓഫ് ദ ലോ, നിയമത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെടുകയുള്ളൂ. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്കറിയാം, ലേവ്യരുടെ പുസ്തകം 17-ാമത്തെ അധ്യായം 11-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ജീവൻ എന്തിലാണ്? രക്തത്തിലാണ്. ദൈവം രക്തം തന്നത് എന്തിനാണ്? ദൈവം രക്തം തന്നത് അത് ഒരു പാപപരിഹാര ബലിയായിട്ട്
ബലിയായിട്ട് ഓൾട്ടറയിൽ ഒഴിക്കുവാൻ വേണ്ടിയാണ്. കാരണം എന്താണ്? പാപമോചനം രക്തത്തിലൂടെ മാത്രമേ ഉള്ളൂ. തുടർന്ന് വായിച്ചത് ലേവ്യർ 17:11. മാംസത്തിന്റെ ജീവൻ രക്തത്തിൽ മാംസത്തിന്റെ ജീവൻ ഇരിക്കുന്നത് രക്തത്തിലാണ് ഇരിക്കുന്നത്. യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുവാൻ ഞാനത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പൊ ദൈവം രക്തം തന്നിരിക്കുന്നത് അത് എന്തിനാണ്? പീഠത്തിലെ പ്രായശ്ചിത്തത്തിന് വേണ്ടി രക്തം തന്നിരിക്കുകയാണ്. രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തം ആകുന്നത്. രക്തമാണല്ലോ ജീവനുള്ളത് കൊണ്ട് പ്രായശ്ചിത്തം ആകുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം പഴയ നിയമത്തിൽ പറയുന്നുണ്ട് എല്ലാ പാപത്തിനും ഒരു പരിഹാരം വേണം, അല്ലേ? ദർ ഇസ് ഓൾവേസ് അറ്റോൺമെൻറ്റ്. ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പരിഹാരമായിട്ട് രക്തം ചിന്തണം. അതുകൊണ്ടാണ് നമുക്കറിയാം പഴയ നിയമത്തിൽ പാപം എന്താണ്? മനുഷ്യൻ്റെ പാപം ഒരു കാളക്കുട്ടിയുടെയോ ആലോ അല്ലെങ്കിൽ ഒരു ആടിൻ്റെയോ തലയിൽ കൈവച്ചിട്ട് മനുഷ്യനുള്ള പാപം ആ മൃഗത്തിലേക്ക് കൊടുത്തിട്ട് ആ മൃഗത്തിനെ കശാപ്പ് ചെയ്യുകയാണ്. ഹലോ, രക്തം ചിന്താതെ പാപമോചനമില്ല. നിങ്ങൾ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീതീകരിക്കപ്പെട്ടിട്ട് പിതാവിൻ്റെ ന്യായസിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ: രക്തം എവിടെ? രക്തം എവിടെ? ഹലോ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നിയമ അനുസരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീതീകരിക്കപ്പെടുക എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ന്യായസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം ചോദിക്കും, എൻ്റെ നിയമം ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ പാപമോചനത്തിന് വേണ്ടി രക്തം ചിന്തണം. ആ രക്തം എവിടെ? നീ ചിന്തിയിട്ടില്ല, നിന്റെ കൂടെ ഉണ്ടായിരുന്ന ചിന്തിയിട്ടില്ല, നിന്റെ പാസ്റ്റർ ചിന്തിയിട്ടില്ല, നിന്റെ അപ്പൻ ചിന്തിയിട്ടില്ല, നിന്റെ ആരും ചിന്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തു പറയും? നിയമത്തിൻ്റെ ആവശ്യം നിങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് പാപമോചനം ഉണ്ടാകുകയില്ല, നിങ്ങൾക്ക് ശിക്ഷ മാത്രമേ കിട്ടുകയുള്ളൂ. പക്ഷേ ഓൺ ദി അതർ സൈഡ് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാമത്തെ വചനം പറയുന്നുണ്ട്, പാപമറിയാത്തവനെ അവൻ പാപമാക്കി. ഒന്ന് വായിക്കാം ബ്രദറെ. He who knew no sin was made sin for you and for me, that we might become the righteousness of God in him. വായിച്ചേ ബ്രദറെ. അപ്പോൾ ആ ന്യായസിംഹാസനത്തിന് മുമ്പിൽ മറ്റൊരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. അവർ നിൽക്കുമ്പോൾ അവിടെ എന്താണ് അവർക്ക് പറയാൻ പറ്റും? എനിക്ക് വേണ്ടി യേശു ക്രിസ്തു രക്തം ചിന്തി. പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. അവൻ മൂലം നാം ദൈവത്തിന്റെ നീതീകരിക്കേണ്ടതിന് തന്നെ. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയല്ലോ, പാപം അറിയാത്ത ഒരു കാളയുടെ മുകളിൽ കൈവച്ചിട്ട് ആ കാളയെ പാപമാക്കി തീർത്തിട്ട് അതിനെ കശാപ്പ് ചെയ്തു. അത് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പാപമറിയാത്ത യേശുവിനെ മുകളിൽ നമ്മളുടെ പാപം യേശു ഏറ്റെടുത്തിട്ട് രക്തം ചിന്തി എനിക്കും നിങ്ങൾക്കുമായിട്ട് ഒരു ബലിവസ്തുവായിട്ട് മരിച്ചു, രക്തം ചിന്തി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവരെ, പിതാവിൻ്റെ ന്യായസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ യേശു ക്രിസ്തു പറഞ്ഞിരുന്നില്ലേ, ഞാൻ വന്നിരിക്കുന്നത് നിയമം അസാധുവാക്കാനല്ല, അത് പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ്. കാരണം നിയമം ആവശ്യപ്പെടുന്നത് രക്തം ചിന്തണം. രക്തം ചിന്താതെ പാപമോചനമില്ല. എത്ര പ്രാർത്ഥന ചൊല്ലിയാലും പാപമോചനമില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ മനസ്സിലാക്കണം, എത്ര നേർച്ചയിട്ടാലും പാപമോചനമില്ല, എത്ര മെഴുകുതിരി കത്തിച്ചാലും പാപമോചനമില്ല, എത്ര മുട്ടയോ മറ്റേ കോഴിയോ എന്ത് കൊടുത്താലും പാപമോചനമില്ല. പാപമോചനം നിയമം ആഗ്രഹിക്കുന്ന ഒന്നേ ഉള്ളൂ: രക്തം ചിന്തണം. അതൊരു വ്യക്തി മാത്രമേ എനിക്ക് വേണ്ടി രക്തം ചിന്തിയിട്ടുള്ളൂ, അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. അപ്പോൾ എന്താണ്? നമ്മൾക്കറിയാം ദൈവത്തിൻ്റെ ന്യായസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ആ രക്തം ഒരു വിറ്റ്നസ്സാണ്, ഒരു സാക്ഷിയാണ്. പിതാവിനോട് ആ രക്തം പറയും, പിതാവേ, ഈ മകന്, എൻ്റെ സഹോദരന് വേണ്ടി ഞാൻ രക്തം ചിന്തിയിട്ടുണ്ട്, അതുകൊണ്ട് അവന് പാപമില്ല. ഹീ ഈസ് ജസ്റ്റിഫൈഡ്, അവൻ നീതീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. എത്ര ശ്രേഷ്ഠമായ ഒരു പ്രവൃത്തിയാണ് യേശു ക്രിസ്തു ആ കുരിശിൽ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ യേശുവിനെ സ്നേഹിക്കാതിരിക്കുമോ? എൻ്റെ ജീവൻ തന്നെ ഈസ് ബിക്കോസ് ഓഫ് ഹിം, ഐ ലിവ് ബിക്കോസ് ഓഫ് ഹിം. നമ്മൾ ജീവിക്കുന്നത് അവൻ മരിച്ചതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രക്തത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. മസ്റ്റ് ബി അണ്ടർ ദ ഷെഡ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അറ്റ് ദ ക്രോസ് അറ്റ് കാൽവറി. അതിലല്ലാതെ നമുക്ക് നീതീകരിക്കപ്പെടാൻ പറ്റുകയില്ല.
അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം എന്താ സംഭവിക്കുന്നത്? വി ആർ ജസ്റ്റിഫൈഡ്. ആ നീതീകരിക്കപ്പെട്ടവർക്ക് എന്ത് സംഭവിക്കുന്നു? പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ റോമൻസ് 5-ാം അധ്യായം 2-ാമത്തെ വചനം പറയുന്നുണ്ട്, അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിതാവായ ദൈവത്തിൻ്റെ സന്നിധി നീതീകരിക്കപ്പെട്ടവർക്ക് ദൈവം വേറെ ഒന്ന് വെച്ചിട്ടുണ്ട്. അതെന്താണ്? റോമൻസ് 5:2. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവനിലൂടെ വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിൽ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ദൈവ തേജസ്സിൽ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഞാൻ ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. ഹല്ലേലൂയ. കാരണം അങ്ങനെയുള്ളവർ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെട്ട വ്യക്തികൾ, ദേ ആർ ഓൾസോ ഏബിൾ ടു ഹല്ലേലൂയ 5:2 പറയുന്നത്, ത്രൂ ഹൂം വി ഓൾസോ ഹാവ് ആക്സസ് ബൈ ഫെയ്ത്ത് ഇൻ ടു ദിസ് ഗ്രേസ് ഇൻ വിച്ച് വി സ്റ്റാൻഡ് ആൻഡ് റിജോയ്സ് ഇൻ ഹോപ്പ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. റിജോയ്സ് ഇൻ ഹോപ്പ്. നമ്മൾക്കൊരു പ്രത്യാശയുണ്ട് ദൈവമഹത്വത്തിൽ പങ്കുചേരുവാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ആ പ്രത്യാശ 5-ാമത്തെ വചനം പറയുന്നുണ്ട്, ആ പ്രത്യാശ എന്നെ നിരാശനാക്കുന്നില്ല. എന്തുകൊണ്ട്? ഒന്ന് വായിച്ച ബ്രദറെ, 5-ാമത്തെ വചനം. പ്രത്യാശ നമ്മെ ലജ്ജിതരാക്കുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ഹൃദയങ്ങളിലേക്ക് വന്നിരിക്കുന്നല്ലോ. അപ്പോൾ ദൈവത്തിന്റെ ആ സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കൊണ്ട് എനിക്ക് ആ ദൈവത്തിന്റെ ഒരിക്കൽ ആ ദൈവത്തിന്റെ മഹത്വമായിട്ട് ഞാൻ പങ്കുചേരും, മഹത്വത്തിൽ എനിക്ക് പങ്കുണ്ടാകും എന്നുള്ള ആ ഒരു പ്രത്യാശ എനിക്ക് എപ്പോഴുമുണ്ട്. ഈ ലോകത്തിൽ ഞാൻ ചിലപ്പോൾ പീഡനം അനുഭവിക്കുകയായിരിക്കും, പക്ഷെ എനിക്കറിയാം ആ പീഡനത്തിലൂടെ എന്നെ ദൈവം മഹത്വപ്പെടുത്തുമെന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ മഹത്വം, ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ പ്രവൃത്തിയിലും ജീവിതത്തിലും ചിന്തകളിലും എല്ലാ മേഖലയിലും നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ വേണ്ടിയായി.